50 ലക്ഷം രൂപക്ക് 3 ലക്ഷം രൂപ പ്രോഫിറ്റ്. ഇത് ഞാൻ അറിയുന്ന ഒരാൾ ആളുടെ ബിസിനസ്സിലേക്ക് ഫണ്ട് വാങ്ങിച്ചതാണ്. 50 ലക്ഷം രൂപക്ക് 3 ലക്ഷം വെച്ചിട്ട് മാസം എന്ത് ചെയ്യും, പ്രോഫിറ്റ് കൊടുക്കും. അങ്ങനെ 1-2 വർഷം ആൾ ഈ രീതിയിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. എനിവേ ഈ പൈസ വാങ്ങിച്ച ആൾ എന്ത് ചെയ്തു, ബിസിനസ്സിലാകെ തകർന്നു. ഒരു രീതിയിലും എന്താ പറയുക, രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അപ്പോൾ ഈ ഫണ്ട്, ഈ പറയുന്ന 50 ലക്ഷം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ലോസാണ്. ഒരു വഴിക്കും ആൾക്ക് എന്ത് ചെയ്തില്ല, മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ എന്ത് ചെയ്തു, ഈ പൈസ കൊടുത്ത ആൾക്കാരോട് പോയി സംസാരിച്ച് എന്താ ചെയ്യാൻ, ഇത് ഒഴിവാക്കി കൊടുക്കുമെന്നുള്ളത്. പക്ഷേ പൈസ കൊടുത്ത ആൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 50 ലക്ഷം കൊടുത്തത് തിരിച്ച് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയത് മന്ത്ലി പ്രോഫിറ്റാണ്. 2 വർഷം കിട്ടിയിട്ടുണ്ടാവാം, 50 ലക്ഷത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ എൻ്റെ പ്രോഫിറ്റാണ്, എൻ്റെ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ വാങ്ങിച്ച ആൾ പറയുന്നത് എന്താണ്, ഞാൻ 2 വർഷത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്, ഇനി എന്നെ കൊണ്ട് കൂടിയാലാവില്ല, കൂട്ടിയാൽ കൂടില്ല, ഇത് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് ബിസിനസ്സിൻ്റെ അവസ്ഥ. അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഡീലിങ്സ് സത്യത്തിൽ ഇത് ഒരു വെരി വെരി റോങ് പ്രാക്ടീസാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ധാരണയിൽ നമ്മൾ എന്തും സംബന്ധിച്ചൊരു പൈസ വാങ്ങിച്ചേക്കാം. പക്ഷേ അത് ഭാവിയിൽ വലിയൊരു ദുരന്തത്തിലായിരിക്കും എത്തുക. ഇങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രാക്ടീസ് നാട്ടിൽ ഒരുപാടുണ്ട്. എനിക്ക് നിങ്ങളോട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ള ഇതാണ്, നിങ്ങൾ ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ രീതിയിൽ ഫണ്ട് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആക്ച്വൽ പ്രോഫിറ്റ് എന്താണോ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫർ ചെയ്യാം. ഇത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് തരാം, നാളെ ലോസ് ആണെങ്കിൽ ലോസ് ഷെയർ ചെയ്യാം. ഈ രീതിയിൽ പറയുന്നതിന് പകരം നിങ്ങൾ ഫിക്സഡ് കമ്മിറ്റ്മെൻറ്റ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നാളെ നിങ്ങളുടെ ബിസിനസ്സിന് തീർച്ചയായും ഒരു ദോഷം ചെയ്യും. അത് ബിസിനസ്സിന് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിനെ വരെ ബാധിക്കുന്ന കാര്യമാണ്. ഇനി അതേപോലെ ആരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളതാണ്, നിങ്ങൾ കുറച്ചും കൂടി എന്താ വിട്ടുവീഴ്ച ചെയ്യുക. ഈ വിട്ടുവീഴ്ചക്ക് എന്ത് ചെയ്യും, ദൈവം നിങ്ങളോട് എന്ത് ചെയ്യും, ഒരു കരുണ കാണിക്കുന്നതാണ്. പക്ഷേ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്, വളരെ എന്താ പറയുക, നിരാശയാണ്. ലൈക്ക് ഇങ്ങനെയുള്ള പല ഡിസ്പ്യൂട്ടും പല ട്രാൻസാക്ഷൻസും മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ബോധവാന്മാരാവുക, ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക.